ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ല സോഫ്റ്റും ആയിട്ടും നല്ല ഈസി ആയിട്ടും റെഡിയാക്കാൻ പറ്റുന്ന റവ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും വൈകുന്നേരത്തെ ചായക്കടിക്കായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനൊരു പാന് ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പോളം റവയാണ് ഞാൻ ചേർത്തെടുക്കുന്നത്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വറുത്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരു 5-6 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വറുവായി കിട്ടും. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ടുകൊടുക്കുക. അതേ പാനിൽ തന്നെ വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ അടി കരിഞ്ഞു പോവും. അതുകൊണ്ട് വേറെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുക. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയം വെളിച്ചെണ്ണയുടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വന്നാൽ പിന്നെ ഇതിലേക്ക് ഞാനിവിടെ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉഴുന്ന് പരിപ്പാണുള്ളത് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും 1 പച്ചമുളകും കൂടി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഈ ഒരു എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു സവാള ചെറുതാക്കി ഒന്ന് കുത്തിയരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ 1/4 കപ്പോളം ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീൻസ് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ക്യാരറ്റ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഉള്ളിയുടെ കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയും ക്യാരറ്റൊക്കെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് വെള്ളവും പിന്നെ 1/4 കപ്പോളം തേങ്ങാപ്പാലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 1/4 കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കുഴഞ്ഞ രൂപത്തിലുള്ള ഉപ്പുമാവാണ് വേണ്ടതുണ്ടെങ്കിൽ 1/2 കപ്പോളം വെള്ളം കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ ഇത് കുറച്ചും കൂടി ഒരു ഡ്രൈ ആയിട്ടുള്ള ഉപ്പുമാവാണ്, എന്നാൽ നല്ല സോഫ്റ്റാണ് ഈ ഒരു ഉപ്പുമാവ്. അപ്പോൾ ഈ ഒരു അളവിൽ എടുക്കുക. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള റവ ഇതിലേക്ക് ചേർത്തിട്ട് ഇതുപോലൊന്ന് ഇളക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കിയിട്ട് ഇതുപോലൊന്ന് വേവിച്ചെടുക്കുക. ഈ സമയം നമ്മൾ തീ ലോ ഫ്ലെയിമിലാണ് ആക്കി വെക്കേണ്ടത്, അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിപ്പോവും. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇതുപോലെ ഇളക്കി ഇതുപോലൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ വെള്ളം എത്തുന്ന രീതിയിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക.
അപ്പോൾ എല്ലാ ഭാഗവും നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി 1 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലൊന്ന് വെച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ട് ഇതുപോലെ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഉടച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു ഡ്രൈനെസ്സിലാണ് ഉണ്ടാവുക. എന്നാൽ കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. തേങ്ങാപ്പാലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. എന്നാൽ നല്ല സോഫ്റ്റുമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേ രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും വൈകുന്നേരത്തെ ചായക്കടിക്കാണെങ്കിലൊക്കെ നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്